बीते दिनों की याद सताती है आज. This was not used. അതാണിപ്പോ ഊഞ്ഞാലിലാടി വന്ന കിനാവെങ്ങ് മാഞ്ഞു പോ. അത് ആക്ഷൻ ഹീറോ ബിജുയിലുള്ള സോങ് ആണ്. ആക്ച്വലി ദാറ്റ്സ് എ ഫാർ ബെറ്റർ സോങ് ദാൻ പൂക്കൾ പനിനീർ പൂക്കൾ. One of the little girls will pick up the phone. I'll ask, Nausha sir, घर में है? The child will say, अब्बू घर में नहीं है. അപ്പോൾ ആടോ പറഞ്ഞു, മൈ ഗോഡ്, സെക്കൻഡ് വേൾഡ് വാർ വരുന്ന വല്ല ബോംബൊക്കെ ഇട്ടാൽ നമ്മൾ വീടായിരിക്കും ആദ്യം. അപ്പം എൻ്റെ അപ്പൻ, അമ്മയുടെ അമ്മ, അപ്പൻ പറഞ്ഞു, ഓ നമുക്ക് പലായനം ചെയ്ത് രക്ഷപ്പെടാം. ഇപ്പം എവിടം വരെ പോയെന്നറിയാം, കലൂർ വരും. വലിയ പലായനം. അറ്റ് ദി ഏജ് ഓഫ് 15-16 നമുക്ക് ലോകം നന്നാക്കണമെന്നൊരാശയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ലോകം നന്നാക്കാൻ ബെസ്റ്റ് പണി അച്ഛനാക്കി. ഈ സ്ത്രീകളോട് അച്ഛന്മാർക്കൊന്നും പാടില്ല. അതെനിക്ക് ഒരു പ്രശ്നം തന്നു. ബിക്കോസ് ഐ ഫൗണ്ട് ദ വിമൻ ആർ വെരി ബ്യൂട്ടിഫുൾ. ദൂർ ഹട്ടോ ദൂർ ഹട്ടോ दूर हटो ऐ दुनिया वालो, हिंदुस्तान हमारा है. आज हिमालय की चोटी से फिर हमने ललकारा है. दूर हटो, we are challenging from the top of Himalayas. You go away, go away, go away. എൻ്റെ അമ്മമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മമ്മ കല്യാണം കഴിച്ച് വരുമ്പോൾ ബാനർജി റോഡ് ഒരു തോടാണ്, കംപ്ലീറ്റ് തോടാണ്, പാലാരിവട്ടം വരെ തോടാണ്. പിന്നെ ബാനർജി എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ വാസ് അപ്പോയിന്റഡ് ബൈ കൊച്ചി മഹാരാജാവ്. അദ്ദേഹമാണ് അതൊരു റോഡാക്കി. മലയാള സിനിമയുടെ സമയത്ത് ഞാനിവിടെ ഇല്ല. സോ ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് മലയാളം. ഈവൻ ദോ ഐ ഹാവ് ഹേർഡ് യേശുദാസ് എന്ന് പറഞ്ഞ നല്ല പാട്ടുകാരനുണ്ടെന്നും സത്യ എന്ന് പറയുന്ന ആക്ടറുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് അവരുമായിട്ട് അവരുടെ ആക്ടിംഗ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. വെസ്റ്റേൺ മ്യൂസിക് ശരിക്കും അറിയാതെ വൺ cannot become a full-fledged music director. I am afraid to make a symphony. I haven't tried to write a symphony as yet, even though I distantly imagine I should do one. എന്നൊരു ചിന്തയുണ്ട്. ഇന്നത്തെ കർത്താവെ ഞങ്ങളോട് ദയ കാണിക്കണം. ജെറോം തോമസ് എന്ന പേര് എങ്ങനെയാണ്? തോമസ് ജെറോം. തോമസ് ജെറോം എങ്ങനെയാണ് ജെറി അമൽദേവായി മാറിയത്? അത് വെരി സിമ്പിൾ. അതായത് ഞാൻ ജനിച്ചത് 1939. 39 എന്ന് പറയുമ്പോൾ 3 വലിയ കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, സെക്കൻഡ് വേൾഡ് വാർ ബിഗാൻ. സെക്കൻഡ്, ഒരു പയസ് ദ 12th എന്ന് പറഞ്ഞൊരു മാർപ്പാപ്പ റോമിൽ വന്നു. ഞാൻ ജനിച്ചു. അപ്പോൾ അക്കാലത്ത് നമ്മുടെ എറണാകുളം ഈ പറയുന്ന വെല്ലിംഗ്ടൺ ഐലൻഡിൽ ഒരുപാട് ഐറിഷ് ആൻഡ് ബ്രിട്ടീഷ് സോൾജേഴ്സ് തമ്പടിച്ചിരുന്നു. അപ്പോൾ അമംഗ് ദി ഐറിഷ് സോൾജേഴ്സിന് ഉള്ള ഒരു കോമൺ പേരാണ് ജെറി. ആൻഡ് മൈ മദർ ബീങ് എ സ്റ്റുഡൻറ് ഓഫ് സെയിൻറ്റ് തെരേസസ് സ്കൂൾ, that was not a college at that time. So she was very conversant with good English, and she thought, instead of calling me Jerome, turned that around into Jerry, like very familiar kind of thing. അത് സോ ഞാൻ എന്നെ വീട്ടിലെ എല്ലാവരും വിളിച്ചിരുന്ന ജെറി ജെറി. ഞാൻ വടക്കേ ഇന്ത്യയിൽ അച്ഛനാകാൻ പോയി ഹൈസ്കൂൾ കഴിഞ്ഞപ്പോൾ. അവിടെ സെമിനാരിയിൽ പഠിച്ചിരിക്കുന്ന കാലത്ത് ഒരു വില്ലേജിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴൊക്കെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പോകുമ്പോൾ ലോക്കൽ വില്ലേജിലുള്ള ആരെങ്കിലും വന്നിട്ട് ഞങ്ങളോട് ചോദിക്കും, ബ്രദർജി ആപ്കാ ശുഭ നാം ക്യാ ഹൈ? ബ്രദർജി. സോ ഹി ന്യൂ ദാറ്റ് വി വർ കോൾഡ് ബ്രദേഴ്സ് ആൻഡ് സോ. പിന്നെ സെമിനാരിയിൽ ഞങ്ങൾ വീട്ടുപേരെ വെച്ചിരുന്നത്. അപ്പം എൻ്റെ വീട്ടുപേര് ബ്രദർ വെളിപ്പറമ്പിൽ. എൻ്റെ വീട്ടുപേര് വെളിപ്പറമ്പിൽ എന്നാണ്. അപ്പോൾ ഐ സെഡ് മേരാ നാം ഹൈ ബ്രദർ വെളിപ്പറമ്പിൽ. സമജിക്ക ബ്രദർ ബിൾ ബിൾ ബിൾ. അപ്പൊ ഇത്രയും ഞാൻ വിചാരിച്ചു ഈ പേര് വെച്ചിട്ട് വടക്കേ ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വൺ ഓഫ് ദ ജർമ്മൻ ഫാദേഴ്സ് വാസ് ട്രാൻസ്ലേറ്റിംഗ് ക്രിസ്ത്യൻ നെയിംസ് ഇൻ ടു ഹിന്ദി ലാംഗ്വേജ്. ഉദാഹരണത്തിന് മാത്യു എന്ന
ഈ ജൂയിഷ് നെയിമിൻ്റെ പേര്. അതിൻ്റെ അർത്ഥം ദൈവം തന്നത് എന്നാണ്. ഓ. അപ്പം അദ്ദേഹം വിചാരിച്ചു മാത്യുവിന് ദേവ് ദത്ത് എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ. ഓഹോ. അങ്ങനെ ഹി അഡാപ്റ്റഡ് ഇന്ത്യയിലുള്ള വാക്കുകളും ആശയങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സോ കോൾഡ് ക്രിസ്ത്യൻ നെയിംസ് വെർ അഡാപ്റ്റഡ് ഇൻ ടു ഹിന്ദി. അമംഗ് ദം വാസ് ദിസ് നെയിം അമൽ. അമൽ എന്ന് വെച്ചാൽ അഴുക്കില്ലാത്തവൻ, നിർമ്മലമായ. നിർമ്മലൻ. ഞാൻ വിചാരിച്ചു അതൊരു നല്ല പേരാണ്. ജെറി അമൽ. പിന്നെ ഈ അമലിനോട് കൂടി അമൽ ആനന്ദ്, അല്ല അമൽ കുമാർ, അമൽ അത് എന്നൊക്കെ പറയാം. പക്ഷെ എനിക്ക് ഐ പ്രിഫേർഡ് അമൽ ദേവ്. ഞാൻ തന്നെ എടുത്തൊരു പേരാണ്. ഇപ്പൊ അത് എൻ്റെ പാസ്പോർട്ടിലൊക്കെ ഉണ്ട് ഒഫീഷ്യലായി. ചെറുതിലെ തന്നെ പാട്ടുപാടും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കമ്പോസ് ചെയ്യാനൊക്കെ തുടങ്ങി. വീട്ടിലൊരു അന്തരീക്ഷമൊക്കെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയായിരുന്നു? നല്ല അന്തരീക്ഷമായിരുന്നു. ഞാൻ ജനിച്ചത് ഫോർട്ട് കൊച്ചിയിൽ എൻ്റെ അപ്പൻ്റെ വീട്ടിലാണെങ്കിലും 5ാമത്തെ വയസ്സ് മുതൽ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് വന്നു, എറണാകുളത്ത്. ഞങ്ങളുടെ വീട് അവിടെ നമ്മുടെ ഇപ്പോൾ ഷൺമുഖൻ റോഡും ലാലജി റോഡും കൂടി മുട്ടുന്ന ആ ജംഗ്ഷൻ ഉണ്ടല്ലോ, ആ ഇടത്ത് വശത്ത്, അവിടെയായിരുന്നു ഞങ്ങളുടെ വീട്. അപ്പോൾ അവിടെ പറഞ്ഞു, മൈ ഗോഡ്, സെക്കൻഡ് വേൾഡ് വാർ വരുന്ന വല്ല ബോംബൊക്കെ ഇട്ടാൽ നമ്മൾ വീടായിരിക്കും ആദ്യം പോകും. അപ്പം എൻ്റെ അപ്പൻ, അമ്മയുടെ അപ്പൻ പറഞ്ഞു, ഓ നമുക്ക് പലായനം ചെയ്ത് രക്ഷപ്പെടാം. പറഞ്ഞ് എവിടം വരെ പോയെന്നറിയാം? കലൂർ വരും. വലിയ പലായനം. ശരിക്കും അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു ആ സമയത്ത് കേരളത്തിൽ? Because so many planes were going up and down, and occasionally there was some bombing here and there. ഒരു ബോംബ് ഇവിടെ പുല്ലേപ്പടി സൈഡിൽ ഇവിടെ ഒരു ചെളിക്കുണ്ടിൽ വീണിട്ട് പൊട്ടിയില്ല, അതിൻ്റെ അത് അവിടെ കിടക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ കഥകളുണ്ട്. My mother's brothers, all of them were musically inclined. പക്ഷെ അവർക്ക് കർണാട്ടിക് സംഗീതത്തോടോ തമിഴ് സംഗീതത്തോടോ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അക്കാലത്ത് കേരളത്തിൽ സിനിമ ഉണ്ടായിരുന്നത് തമിഴും ഹിന്ദിയും. എൻ്റെ അങ്കിൾസിന് അവർക്കെല്ലാവർക്കും ഹിന്ദി സിനിമയോടും ഹിന്ദി പാട്ടുകളോടും ഇഷ്ടമായിട്ട് അന്നത്തെ ഫേമസ് പാട്ടുകാരായിരുന്ന KL സൈഗൾ, അന്നത്തെ എന്ന് വെച്ചാൽ 40കളിലെ. പിന്നെ നമ്മുടെ മന്നാടയുടെ അങ്കിൾ ആയിരുന്ന ഒരു KC ഡേ എന്ന് പറഞ്ഞൊരു ബ്ലൈൻഡ് സിംഗർ ഉണ്ട്, വണ്ടർഫുൾ സിംഗറായിരുന്നു അദ്ദേഹം. പിന്നെ ബംഗാളിലുള്ള കുറെ പാട്ടുകാരൊക്കെ ഉണ്ട്. പങ്കജ് മല്ലിക് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആൻഡ് എ ഗ്രേറ്റ് സിംഗർ. ഇവരുടെയൊക്കെ പാട്ടുകൾ ഞാൻ ചെറുപ്പം മുതലേ, ഞങ്ങളുടെ വീട്ടിൽ ഗ്രാമഫോൺ ഉണ്ട്. അപ്പോൾ my uncle would make me stand near the gramophone on the table and we'll play the record, and I'll be looking at the dog going round and HMV decibel ആണല്ലോ. എന്നിട്ട് ഈ പാട്ടുകളൊക്കെ കേട്ട് ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ അകത്തേക്ക് പോയി. 4ാമത്തെ വയസ്സ് മുതൽ വീട്ടിൽ പാട്ടുകാരനായി മാറി. അമ്മമ്മ വല്ല വിരുന്നുകാരൊക്കെ വരുമ്പോൾ അമ്മമ്മ പറയും, എടാ ജെറി ഒരു പാട്ട് പാടിക്കുന്നു പറയും. അപ്പോൾ കേൾക്കേണ്ട താമസം എനിക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഹിന്ദി പാട്ടും കഴിച്ചോളൂ. അത് മാത്രമല്ല, അമ്മമ്മയോടുകൂടി എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അപ്പോൾ പള്ളിയിൽ അക്കാലത്ത് ഞങ്ങളുടെ പള്ളിയിൽ ലത്തീൻ ഭാഷയായിരുന്നു ആരാധനാ ഭാഷ. അപ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും ആ ലത്തീൻ പാട്ടുകളുടെ ഏറെക്കുറച്ച് നല്ല ഭംഗിയായിരുന്നു. അമ്മമാർക്ക് ഇത് കേട്ട് കരയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ലത്തീൻ ഭാഷയിലെ പാട്ടുകൾ ഞാൻ വശത്താക്കി. പിന്നീട് എനിക്ക് മനസ്സിലായി ഈ ലാറ്റിൻ സോങ്സ് ആർ ദ റൂട്ട് ഓഫ് യൂറോപ്യൻ ക്ലാസിക്കൽ മ്യൂസിക്. അത് പിന്നീട് മനസ്സിലായി. ഞാൻ അറിയാതെ കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ പഠിച്ചു. അങ്ങനെ ആ പാട്ട് പിന്നെ സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിലാണ് ഞാൻ പള്ളിയിൽ പാടിയിരുന്നു ഉണ്ടായിരുന്നല്ലോ. ആ സമയത്തല്ല, ഞാൻ സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ നടന്ന് കല്ലൂരിൽ നിന്ന് നടന്ന് എല്ലാ ദിവസവും സെന്റ് ആൽബർട്ട്സ് വന്ന് തിരിച്ചു പോകും. ഞാനും ചേട്ടനും കൂടി. എൻ്റെ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ പേര് കാർമൽ എന്നാണ്, കർമേലസ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്ന് അങ്ങോട്ട് പോവും. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചക്കത്തെ വല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ ആ ചോറ് പാത്രമൊക്കെ എടുത്തുകൊണ്ട് പോകും. വൈകുന്നേരം 4:30 മണിയാകുമ്പോൾ നടന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ ആ സന്ദർഭങ്ങളൊക്കെ അവിടെ സ്കൂളിലും ഞാൻ കുറേശ്ശെയൊക്കെ പാടാൻ തുടങ്ങി. ആരെങ്കിലുമൊക്കെ ചോദിക്കും, താനൊരു പാട്ട് പാടിക്കാൻ. ടീച്ചേഴ്സ് വർ വെരി എന്താ പറയുക, ഇൻട്രസ്റ്റഡ് ടു ഞങ്ങളിലുള്ള കഴിവ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു, ടീച്ചർ എന്ന് വെച്ചാൽ ഒരു മെയിൽ ടീച്ചറാണ്. അദ്ദേഹം പറഞ്ഞു, ഹൂ ക്യാൻ സിംഗ് എന്ന് പറഞ്ഞു. ഞാൻ കൈപൊക്കി. അപ്പൊ അന്ന് അക്കാലത്ത് ഒരു ഫേമസ് മൂവി ഉണ്ടായിരുന്നു, കിസ്മത്ത്. അത് അനിൽ ബിശ്വാസ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. ഞാൻ പിന്നീട് മനസ്സിലാക്കി. അപ്പൊ അതിൻ്റെ അകത്തൊരു പാട്ടുണ്ട്, ദൂർ ഹട്ടോ ദൂർ ഹട്ടോ ദുനിയ വാലോ
ഹിന്ദുസ്ഥാൻ ഹമാരാ ഹൈ. ആ. അത് ഒരു ഇൻഡിപെൻഡന്റ് മൂവ്മെന്റിന്റെ ഒരു സട്ടിൽ ഫോമായിട്ട് അവർ ഉപയോഗിക്കായിരുന്നു സിനിമയിൽ. ബ്രിട്ടീഷുകാരോട് പറയാണ് ദൂർഹട്ടോ നിങ്ങളൊന്ന് പോയിക്കോ, ഞങ്ങളെ ഇവിടെ വിട്ടേക്കുന്നവർ. പക്ഷെ അങ്ങനെ തുറന്നു പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ പാട്ട് ഇങ്ങനെയായിരുന്നു, ദൂർഹട്ടോ ദൂർഹട്ടോ दूर हटो ऐ दुनिया वालो हिंदुस्तान हमारा है, आज हिमालय की चोटी से फिर हमने ललकारा है, दूर हटो, we are challenging from the top of Himalayas, you go away, go away, go away. അങ്ങനത്തെ പാട്ടുകൾ മാർച്ച് പാസ്റ്റിന്റെ ഒരു മാർച്ച് പാസ്റ്റിന്റെ ഒരു ഫീലിംഗ്, ധും ധും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അത് കഴിഞ്ഞിട്ട് പള്ളിയുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാ? വളരെ ഞങ്ങളിപ്പോൾ പള്ളിയിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ലത്തീൻ പാട്ടുകൾ കൂടാതെ ചില സമയത്ത് ആരാധനകളൊക്കെ ഉണ്ട്. 40 മണിക്കൂർ ആരാധന, അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ആരാധന, രാത്രി മുഴുവൻ ആരാധന. ആ സമയത്തൊക്കെ എൻ്റെ അമ്മാവന്മാരന് ആ പള്ളിയിൽ കൊണ്ടുപോയിട്ട്, ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഈ കപ്പൽ പള്ളി എന്ന് പറയുന്ന പള്ളി ഞങ്ങളുടെ ഇടവക അതായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയി എന്നെ കൊണ്ട് പാടിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ പാടിയപ്പോൾ അവിടെ ഒരച്ഛനുണ്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ എന്നെ കേട്ടിട്ട് അങ്കിളിനോട് പറഞ്ഞു, ഇവൻ പാടുന്നുണ്ട് പക്ഷെ ഒരു സ്ഥലത്ത് താളം തെറ്റുന്നുണ്ട്, അതുകൊണ്ട് അവനെ നാളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും, അത് ശരിയാക്കി തരാം. ആ അച്ഛനായിരുന്നു ഫാദർ മൈക്കിൾ പനക്കൽ, ഹൂ ബിക്കെയിം ദ ഡയറക്ടർ ഓഫ് CAC ലേറ്റർ ഓൺ. അങ്ങനെ മൈക്കിൾ അച്ഛൻ ഫൗണ്ട് മീ ഗുഡ് സിംഗർ ആൻഡ് ഹി appointed me, he gave me opportunities to sing at various occasions. The best one was that there is a Bosco കലാസമിതി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ഒരു ആർട്ട് ഓറിയന്റഡ് ക്ലബ് ഉണ്ടായിരുന്നു. എവിടെ? നമ്മുടെ ഇപ്പോഴത്തെ ഉണ്ണിമിശിഹ പള്ളിയിൽ, ആംഗ്ലോ ഇന്ത്യൻ ചർച്ച്, നമ്മുടെ ഹൈക്കോർട്ടിന്റെ അടുത്ത് അവിടെ. അപ്പൊ അവിടെ ജോബ് മാസ്റ്റർ, നമ്മുടെ അല്ലിയാമ്പൽ, ആ ജോബ് മാസ്റ്റർ, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ജോർജ് സാർ, അദ്ദേഹം ഒരു കണക്ക് പഠിപ്പിക്കുന്ന മാസ്റ്ററായിരുന്നെങ്കിലും മൃദംഗത്തിന്റെ ആളായിരുന്നു. ഇവർ രണ്ടുപേരും, പിന്നെ കുറെ ടോൾ ആംഗ്ലോ ഇന്ത്യൻസ് അവിടെ ഉണ്ടായിരുന്നു, അവർ ഗിറ്റാറൊക്കെ വായിക്കുമായിരുന്നു. അവരുടെ ഗ്രൂപ്പിൽ എന്നെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഐ ബിക്കേം എ മെമ്പർ ഓഫ് എ ബോസ്കോ കലാസമിതി. I would say I would have been around 8 years old. 1947 പരിപാടി, ഇത് നമ്മുടെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് പാടിച്ചു. വേണ്ട 8 years old, no? 39, 47 എന്ന് പറയുമ്പോൾ 8 years. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷമുള്ള ഇന്ത്യനെ കണ്ടിട്ടുള്ള? അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് വലിയ സ്ട്രിക്റ്റ് ആയിരുന്നു. ഉദാഹരണത്തിന് സന്ധ്യക്ക് ആരെങ്കിലും സൈക്കിൾ ചവിട്ടി പോകുമ്പോ സൈക്കിളിൽ ഒരു ലൈറ്റ് ഇല്ല എങ്കിൽ പോലീസുകാരൻ വന്ന് സൈക്കിളുകാരന്റെ വീലിന്റെ എയർ കളയും, ചവിട്ടാൻ സമ്മതിക്കില്ല. അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു കാര്യങ്ങൾ. അന്നത്തെ എറണാകുളത്തിന്റെ അന്തരീക്ഷം എങ്ങനെയായിരുന്നു? അന്ന് എറണാകുളം ബസ് മോസ്റ്റ്ലി എൻ്റെ അമ്മമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മമ്മ കല്യാണം കഴിച്ച് വരുമ്പോ ബാനർജി റോഡ് ഒരു തോടാണ്, കംപ്ലീറ്റ് തോടാണ്, പാലാരിവട്ടം വരെ തോടാണ്. പിന്നെ ബാനർജി എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ വാസ് അപ്പോയിന്റഡ് ബൈ കൊച്ചി മഹാരാജാവ്. അദ്ദേഹമാണ് അതൊരു റോഡാക്കിയത്. അപ്പൊ ആ റോഡ് എന്ന് പറയുന്നത് ടാർഡ് റോഡൊന്നും അല്ല, വെറുതെ ഒരു പൊടി എന്താ പറയാ, കൽപ്പൊടി റോഡ്. ഇറ്റ് വാസ് ലൈക്ക് എ വില്ലേജ്, പീസ്ഫുൾ. ആൻഡ് ദർ വാസ് എ ബോട്ട് ജെട്ടി. ബോൾഗാട്ടിയിലേക്ക് എപ്പോഴും വഞ്ചിക്ക പോകും, ഇങ്ങനെ വലിയ ബോട്ട് സർവീസ് ഒന്നും അന്നില്ല. പിന്നെ ഒരു ബസ് എറണാകുളം നോർത്തിൽ നിന്ന് മട്ടാഞ്ചേരി ബോട്ട് ജെട്ടി വരെ പോകുമായിരുന്നു, ഒരു ബസ്. അതേ ബസ് ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരും. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ ആ ബസിന്റെ പേര് പയനിയർ മോട്ടോർ വർക്ക്സ് എന്നൊക്കെ ആയിരുന്നു. ഇതൊക്കെ വൈകാരിയാണ് ഓർക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു നാടകത്തിന് പാട്ട് കമ്പോസ് ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കും. കമ്പോസിഷൻ എന്ന് പറയുന്നത് വേറെ പരിപാടിയാണല്ലോ, അതിലേക്ക് എങ്ങനെയാ വരുന്നത്? എങ്ങനെയാ വരുന്നത് എനിക്ക് അറിഞ്ഞൂടെ, എങ്ങനെ വന്നു ഇതറിയണമല്ലോ, അതിന്റെ ഒരു ടെക്നിക്കാലിറ്റി അറിയാതെ കമ്പോസിഷൻ. ടെക്നിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ വെൻ യു ലേൺ എ സോങ് യു ഓൾസോ അനലൈസ് ദി സോങ്. പല്ലവി ഇവിടെ നിന്ന് ഇവിടം വരെ, സാറ്റ് പാ വരെ പല്ലവിയുടെ നോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചരണം എന്ന് പറയുമ്പോൾ ഈ പാട്ടു സാ മോൾ മേൽ സയ, അങ്ങനെയൊക്കെ നമ്മൾ അറിയാതെ ഇതൊക്കെ മനസ്സിലാക്കും. അപ്പൊ നമ്മളോട് ഒരു പാട്ടുണ്ടാക്കാൻ പറയുമ്പോൾ ഈ അൺകോൺഷ്യസ്ലി ഈ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കും. അത് വൺ തിങ് വി ഷുഡ് റിയലൈസ്, വെൻ വി ഡു എനി വർക്ക് യു ഹാവ് ടു ബി കോൺസെൻട്രേറ്റഡ് ഓൺ ഡൂയിങ് ഇറ്റ്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മമ്മ ഇപ്പൊ അവിടെ തലകുത്തി നിൽക്കുകയാണോ എന്നൊക്കെ ചിന്തിച്ചത് നടക്കില്ലല്ലോ. അപ്പോൾ വെൻ യു ഡു എ ജോബ് യു ആർ നോട്ട് അവെയർ ഓഫ് എനിത്തിങ് എൽസ്, യു ആർ ജസ്റ്റ് ഡൂയിങ് ഇറ്റ്.
അപ്പൊ ആരെങ്കിലും ചോദ്യം എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ, അതേ പറയാൻ പറ്റുള്ളൂ. അതിന്റെ ഇടയിൽ അച്ഛനായവൻ പോയി എന്ന് പറഞ്ഞല്ലോ അതെ ഇപ്പോ. അതെ. അതിന്റെ കാരണം എന്താ? അത് ഒരു സമ്മർദ്ദത്തിന്റെ പുറത്ത് പോയതാണോ, ഇഷ്ടം കൊണ്ട് ഇല്ല പോയതാണോ? ഇല്ല ഇല്ല, സമ്മർദ്ദത്തിൽ ചെറുപ്പം മുതലേ അമ്മമ്മയും എൻ്റെ അമ്മയും എന്നോട് ഞാൻ പൊതുവെ സംസാരിക്കുമായിരുന്നു. എൻ്റെ ജെറി അവൻ വികൃതിയല്ല, അവൻ മരത്തിൽ കയറില്ല, അവൻ മതിൽ ചാടില്ല, അവൻ സൈക്കിളൊന്നും ചവിടില്ല. അതെന്താന്നും ചെയ്യാതിരുന്നേ? I'm not a sportsy person. I'm a quiet man. Even today, I am not very happy to cycle anything, you know. So unless there is somebody to help me. No, my temperament was not physical. Okay. My temperament was more of a, എന്താ പറയുക, ഒരു സെഡൻറ്ററി ആയിരുന്നു, Okay. ഒരു ഇരിപ്പ് പരിപാടി. മ്യൂസിക് തലയിൽ കൂടി എപ്പോഴും കൊണ്ടുപോയിരുന്നു. അപ്പം അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടത് വലുതായപ്പോൾ എനിക്ക് തോന്നി, ആ അമ്മമ്മ പറയുന്നത് ശരിയാണല്ലോ, അച്ഛനായാൽ കുറച്ചെന്ന്. അത് അറ്റ് ദി ഏജ് 15-16 നമുക്ക് ലോകം നന്നാക്കണമെന്നൊരാശയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ലോകം നന്നാക്കാൻ ബെസ്റ്റ് പണി അച്ഛനാകിയാണ്, വല്ല വടക്കേന്ത്യയിൽ വല്ല കുയാരിക്ക് വല്ലതൊക്കെ പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെയൊക്കെ ഈ ആശയം വെച്ചുകൊണ്ടാണ് അങ്ങോട്ട് വടക്കേന്ത്യക്ക് പോയത്. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഇടവക വികാരിമാരായിട്ട് ഇരിക്കാവുന്ന സാധ്യതകളുണ്ടായിരുന്നു. അന്നത്തെ വായനയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? വായിക്കുന്ന റീഡിങ്ങിന്റെ സ്വഭാവം എന്തായിരുന്നു? ഐ വാസ് വെരി ആവിഡ് റീഡർ. എന്ത് കിട്ടിയാലും വായിക്കുമായിരുന്നു. മാതൃഭൂമി ഞങ്ങളുടെ വീട്ടിൽ വരുത്തുമായിരുന്നു. പിന്നെ ന്യൂസ് പേപ്പർ, മാതൃഭൂമിയായിരുന്നു മെയിൻ ന്യൂസ്. ബോത്ത്, ബിക്കോസ് മൈ അങ്കിൾസ് വർ ലിറ്റററിലി ഇൻക്ലൈൻഡ്. ഉദാഹരണത്തിന് എൻ്റെ അമ്മയുടെ ഒരു ആങ്ങള, അദ്ദേഹത്തിന്റെ പേര് ജേക്കബ് മൂഞ്ഞപ്പള്ളി എന്നായിരുന്നു. അദ്ദേഹം നാടകമൊക്കെ എഴുതും, അഭിനയിപ്പിക്കും. അദ്ദേഹത്തിന്റെ ഒരു കഥയാണ് നിർമ്മല എന്ന പേരിൽ ഒരു മലയാളം സിനിമയുണ്ടായിരുന്നു. അപ്പൊ ഹി വാസ് ദി സ്റ്റോറി റൈറ്റർ. ഹി കൺട്രിബ്യൂട്ടഡ് ദി സ്റ്റോറി. ഹിസ് സ്റ്റോറി വാസ് കോൾഡ് ദ ബ്ലൂ സാരി. അങ്ങനെയാണ് അതിൻ്റെ അത്. ഈ കഥാനായിക എറണാകുളത്തെ ബ്രോഡ്വേയിലുള്ള ഒരു ഷോപ്പിൽ കയറി അതൊക്കെ ചെയ്യുന്ന ഇടയിൽ കൂടി ഒരു സാരി കട്ടെടുക്കും. അതാണ് ആ ബ്ലൂ സാരി. അങ്ങനെയാണ് ആ കഥയുടെ പോക്ക്. പിന്നെ ഒരു ഇൻസ്പെക്ടർ വന്ന് ഇവളെ അറസ്റ്റ് ചെയ്യാനൊക്കെ പോകും, അവസാനം ഒരു പ്രേമത്തിലാവും, അങ്ങനെയൊക്കെ പോകുന്ന കഥയാണ്. അപ്പൊ അങ്കിൾ വാസ്, വി കോൾ ഹിം കാക്കോ അങ്കിൾ. ജേക്കബിന് പകരം കാക്കോ എന്നാണ് പറയുന്നത്. കാക്കോ അങ്കിൾ വാസ് എ ലിറ്റററി മാൻ. ആൻഡ് അദ്ദേഹത്തിന്റെ എഴുത്തും പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാട്ടും ഉണ്ടാക്കും, എന്നോട് മൂളാൻ പറയും. ബട്ട് മോർ ദാൻ കാക്കോ അങ്കിൾ ദർ വാസ് ജോൺ അങ്കിൾ, അനദർ ബ്രദർ ഓഫ് മൈ മദർ, who was very active in the local parish. അവിടെ എന്നെ കൊണ്ട് എന്തെങ്കിലും നാടകത്തിൽ വെറുതെ ഒരു പാട്ട് പാടിക്കാനായിട്ട് എനിക്കൊരു റോള് തരും. അങ്ങനെ അഭിനയിക്കും. അവിടെ സ്റ്റാൻഡ് അവിടെ നിന്നിട്ട് പാടിയാൽ മതി. അങ്ങനെ കുറച്ച് അങ്ങനെയൊക്കെ വന്നു. അല്ല, ചോദിച്ചത് അച്ഛനാവാൻ പോയത് ഇഷ്ടം കൊണ്ടാണോ എന്നുള്ളതാ. അത് ഇഷ്ടം കൊണ്ടാണ്. ഞാൻ ഐ meant to do something good. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ സ്ത്രീകളോട് അച്ഛന്മാർക്കൊന്നും പാടില്ല. അതെനിക്ക് ഒരു പ്രശ്നം തന്നു. ബിക്കോസ് ഐ ഫൗണ്ട് ദ വിമൻ ആർ വെരി ബ്യൂട്ടിഫുൾ. എന്നിട്ട് അപ്പം അച്ഛന്മാർ പറയും, അത് നല്ല കാര്യം. ഇപ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു നല്ല സുപ്രഭാതം കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് നമുക്ക് ദൈവത്തെ എന്താ പറയുക, ദൈവത്തെ ആരാധിക്കാം. അതുപോലെ അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മനോഹരിയായ സ്ത്രീയെ കണ്ടിട്ട് നമുക്ക് ദൈവത്തെ അത് വേണമെന്നില്ല, അതിങ്ങ് വിട്ട് കളഞ്ഞ. അങ്ങനെ ഒരു അത്ര കൺവിൻസിങ് അല്ലാത്തൊരു ആൻസർ കിട്ടി. ഐ എം ജസ്റ്റ് സേയിങ് വൺ സൈഡ് ഓഫ് ദ ഗെയിം. Along with this also I had doubts of faith. എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസത്തെ പറ്റി പല ഡൗട്ടുകളുണ്ടായി. ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഐ ഫെൽറ്റ് ഇൻ അവർ ഫെയ്ത്ത്. ഇതെല്ലാം കൂടി കൂട്ടിക്കൊഴിഞ്ഞ ഒരു ദിവസം ഞാൻ നിശ്ചയിച്ചു, ഇത് നമുക്ക് അച്ഛനാകണ്ട. അപ്പം ഞങ്ങളുടെ ആധ്യാത്മിക ഗുരുക്കന്മാരുണ്ട്, അവന്മാരോട് പോയി എല്ലാ ദിവസവും നമുക്ക് സംസാരിക്കാം. അവർ ചോദിക്കും, തനിക്ക് വല്ല പ്രശ്നമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അതൊക്കെ സാരമില്ല, എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്, എനിക്ക് പോയിക്കോളും. ഇല്ല അച്ഛൻ, എനിക്ക് അങ്ങനെ പോകുന്ന ലക്ഷണം കാണുന്നില്ല. അങ്ങനെ അവസാനം അവർ സമ്മതിച്ചു. ഓക്കെ, വി വിൽ സെൻഡ് യു ടു ബോംബെ. അവിടെ വേറൊരു അച്ഛൻ വിൽ ഹെൽപ്പ് യു ടു ഫൈൻഡ് എ ജോബ്. അങ്ങനെ പ്രേമിച്ചു. എൻ്റെ അമ്മാവൻ്റെ മകളെ പ്രേമിച്ചു. വിച്ച് വാസ് ഇംപോസിബിൾ ഓഫ് കോഴ്സ്.
ബിക്കോസ് ഞങ്ങളുടെ വീട്ടിൽ വേറെ കോണ്ടാക്ട് ഒന്നുമില്ല, ഗേൾസുമായിട്ട് കോണ്ടാക്ട് ആണ്. മാത്രമല്ല പ്രേമം എന്നൊക്കെ പറയുന്ന അന്ന് ഒരു വിവരമില്ലാത്ത പരിപാടിയായിരുന്നു. I said I want to marry this girl ഞാൻ after leaving the seminary പറഞ്ഞപ്പോൾ both my mother and the girl's father, they said this is wrong, we cannot do that. അങ്ങനെ that was stopped. അപ്പൊ സങ്കടായി. സങ്കടം. പക്ഷേ how long can you be sad? So I told her, you proceed, don't waste time. ഈ വിശ്വാസത്തിന്റെ സംശയം പറഞ്ഞില്ലേ, അത് പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഉറപ്പ് കിട്ടിയോ? കിട്ടിയല്ലോ. എവിടെന്നാ, എങ്ങനെയാ, ഏത് സൈഡിലാ? അതൊരു ഭയങ്കര സർപ്രൈസിങ് ഫാക്ടറാണ്. ഞാൻ ബോംബെയില് ഫ്ലോറ ഫൗണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു ഗുമസ്തപ്പണി ചെയ്തുകൊണ്ടിരുന്നത് ഒരു കൊല്ലം, ഫസ്റ്റ് ഇയർ. അപ്പോൾ എല്ലാ ദിവസവും ഫ്ലോറ ഫൗണ്ടൻ്റെ അടുത്താണ് VT റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഒരു ലോക്കൽ ട്രെയിൻ എടുത്ത് ബാൻഡ്രയിൽ വന്ന് ഇറങ്ങി ഹിൽ റോഡ് എന്ന് പറയുന്ന റോഡിൽ കൂടി നടന്ന് സെയിൻറ്റ് ആൻഡ്രൂസ് ചർച്ചിൻ്റെ അടുത്താണ് നമ്മുടെ മെഹബൂബ് സ്റ്റുഡിയോ. മെഹബൂബ് സ്റ്റുഡിയോന്റെ പുറകിൽ കുറച്ച് ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഒരു വീടുണ്ട്. അതിലൊരു മുറി 25 രൂപ വാടകയ്ക്കാണ് അവിടെ താമസം. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഈ റോഡിലേക്ക് പോവുക പതിവാണ്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഒരു 6 o'clock ടൈമിലായിരിക്കും പോകുന്നത്. ഒരു ദിവസം ഞാനിങ്ങനെ പോകുമ്പോൾ അതിനു മുമ്പ് അവിടെ നിന്ന് കുറെ മഴയൊക്കെ പെയ്തു. ഒരു മരം കടപുഴകി മറിഞ്ഞ് കിടക്കുന്നു. റോഡിലേക്കല്ല, അപ്പുറത്തേക്ക് മറിഞ്ഞ് അതിന്റെ വേരൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. പിന്നെ ദൂരെ ചുമന്ന സൺ സെറ്റിംഗ്, ചുമപ്പ് നിറം. അതിന്റെ ഈ റേസ് ആർ ഇൻ ദ വാട്ടർ ഓൺ ദ റോഡ് സൈഡിലെ, ഈ റോഡിൻ സൈഡിൽ കൂടി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വെള്ളവും ചുമന്നിരിക്കുന്നു. അതേ സ്ഥലത്ത് ഇവിടെ ടാഡ് റോഡിൽ ഒരു പിച്ചക്കാരൻ മരിച്ചു കിടക്കുന്നു. എന്നിട്ട് ഞാനിതൊന്നും അറിയാത്ത പോലെ നടന്നു പോകേണ്ട സൈഡിൽ കൂടി. എൻ്റെ മനസ്സിലൊരു ചോദ്യം വന്നു, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രീ, ദ വാട്ടർ, ദ സൺ, ദി ഡെഡ് ബോഡി ആൻഡ് യു എന്നൊരു ചോദ്യം. ദി ആൻസർ സെഡ് നോ ഡിഫറൻസ്. ഇങ്ങനൊരു എവിടെ നിന്ന് വന്നു എന്ന് എനിക്കൊരു പിടുത്തില്ല. അതോടുകൂടി എനിക്ക് ഒരു ഗിൽറ്റ് ഒരു സെൻസ് ഓഫ് ഗിൽറ്റ് ഉണ്ടായിരുന്നത് അങ്ങ് പോയി. യുനോ, അതായത് ഓൾ ഓഫ് യു ആർ സിന്നേഴ്സ് എന്നൊക്കെയുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ, പാപികളാണ്, അതങ്ങ് പോയി. സോ ദിസ് വാസ് മൈ എക്സ്പീരിയൻസ്. റെവലേഷൻ ഓർ ഐ ഡോണ്ട് നോ വാട്ട് ടു കോൾ ഇറ്റ്. ഇതേപോലെ ഒരു യാത്രയിലാണ് നൗഷാദിനെയും കണ്ടുകിട്ടുന്നത് അല്ലേ? അതെ, നൗഷാദ് ബാന്ദ്ര എന്ന് പറയുന്ന ഒരു ഏരിയയാണല്ലോ. അദ്ദേഹം താമസിച്ചിരുന്നത് ഈ കടലോരത്തിനടുത്താണ്. ഞാൻ താമസിച്ചിട്ട് ഉള്ളിലാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കടലോരം റോട്ടിൽ കൂടി പയ്യെ നടന്ന് പോകുമ്പോൾ വലതുവശത്ത് വലിയ വലിയ മാളികകളാണ്. ദിലീപ് കുമാറിന്റെ വീട്, അല്ലെ ഹരീന്ദ്രനാഥ് ചട്ടോപാധ്യായയുടെ വീട്, രാജേന്ദ്രകുമാറിന്റെ വീട്, വൈജയന്തിമാലയുടെ വീട്, അങ്ങനെ അങ്ങനെ വീടുകളുടെ വലിയ വലിയ എന്താ മാളികകളാണ്. അങ്ങനെ നടന്നു പോയപ്പോ അതൊക്കെ ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നു. ഒറ്റ നോട്ടത്തിൽ അവിടെ എല്ലാവരും ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഒരു വശത്ത് നോക്കിയപ്പോഴുണ്ട് ഒരു ഗേറ്റിന്റെ ഇടതുവശത്ത് എഴുതിയിരിക്കുന്നു നൗഷാദ്, ഇംഗ്ലീഷിലാണ്. വലതുവശത്തെ പില്ലറിൽ എഴുതിയിരിക്കുന്നു ആഷിയാന. ഞാൻ വിചാരിച്ചു ഏത് നൗഷാദാണ്? ഞാൻ ചെറുപ്പം മുതൽ ഒരുപാട് പാട്ട് ഇദ്ദേഹത്തിന്റെ പാടിയിട്ടുള്ള ആളാണ്. ആ നൗഷാദാണോ? നോക്കിയപ്പോ ഗൂർഖ ഇല്ല. അടുത്ത് നോക്കിയപ്പോ പട്ടിയുമില്ല, പേടിക്കാനില്ലെന്ന്. അങ്ങനെ ഞാൻ ഗേറ്റ് തള്ളി തുറന്നകത്ത് നിന്ന് മണിയടിച്ചു. അപ്പോൾ ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ ഹൗസ് ഇസ് ലൈക്ക് സെമി സർക്കിൾ വന്നിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ആ ഡോറ് ഒരാൾ ഡോറ് തുറന്നു, മുകളിൽ 2 പാളി തുറന്ന് താഴെ കോൺ ഹോ. ഞാൻ പറഞ്ഞു സർ, എനിക്ക് ഒറ്റ നോട്ടത്തിൽ ആളെ മനസ്സിലായി. ഇറ്റ് വാസ് നൗഷാദ് മനസ്സിലായി. കാരണം നൗഷാദിന്റെ വസൂരി കുത്തുണ്ട് മുഖത്ത്. ചിത്രമാണ്. അപ്പൊ നോക്കിയപ്പോ വസൂരി കുത്തുള്ള ആളാണ്. ഐ ഡിസൈഡഡ് ദിസ് ഇസ് മിസ്റ്റർ നൗഷാദ്. ഐ സെഡ് സർ, ഐ ആം യുവർ ഫാൻ, ഐ സിംഗ് യുവർ സോങ്സ്, I am from Kerala.
Huh? From Kerala? Are you crazy? Who sings Urdu songs in Kerala? Don't tell me stories. No, sir, I am one of them. Yes, come in. Let me see. He was curious. ഞാൻ ഈ പച്ച നുണയാണ് പറയുന്നത്. കയറ്റിയിരുത്തി എനിക്കൊരു കപ്പ് ചായയൊക്കെ തന്നിട്ട് പറഞ്ഞു, അച്ഛാ സുനാവോ കോൺസാ ഗാന. ഞാൻ പറഞ്ഞു, अखियां मिला के जिया भरमा के चले नहीं जाना ഓ ചലെ. ഇത് അങ്ങനത്തെ ഒരു ഫേമസ് പാട്ട്. അല്ലെങ്കിൽ തൂ മേരാ ചാന്ത് മേ തേരി, ഇങ്ങനെ അദ്ദേഹം ചോദിക്കുമ്പോഴേക്കും ഞാൻ ഓരോന്നും വെച്ചു പാട്ടുപാടി. अरे यार ये उर्दू तुमको किसने सिखाया? ഉറുദു ആര് പഠിപ്പിച്ചു? ഞങ്ങൾക്കാരൊന്നും പഠിപ്പിക്കാനില്ലായിരുന്നു. ഇങ്ങനെ പാട്ട് കേട്ട് അങ്ങനെ തന്നെ അതങ്ങ് കോപ്പി അടിക്കുക, അത്രേ ഉള്ളൂ. ഓ വെരി ഗുഡ്, വെരി ഗുഡ്. അച്ഛാ ക്യാ ചാഹത്തെ ഹോ? കമ്മിങ് ടു ദ പോയിന്റ്. സർ, ഐ എം എ സിംഗർ. I would like to be a playback singer under your music direction. And he looked at me very hard. As long as Mr. Muhammad Rafi is there, you have no chance. Then I said, I also do another thing. I take your songs, adi hum marichidunga. क्या मतलब? उसको पलटा करते हैं कैसे? ऐसे फॉर एग्जाम्पल यू हैव ए सॉन्ग कॉल्ड दुनिया में हम आए हैं तो जीना ही पड़ेगा, जीवन है अगर जहर पीना ही पड़ेगा. Another part of Mother India. Oh yes, I remember that. That's my composition. Yeah, I do like this. दुनिया में हम आए हैं तो जीना ही पड़ेगा, जीवन है अगर जहर तो पीना ही पड़ेगा. अरे यार इतना जल्दी करते हो? It's simple. When you go up, I come down. When you come down, I go up. He said, अच्छा ये मेरा कार्ड है, कभी कभी बुलाया करो, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം. I was so happy. അങ്ങനെ. So then I thought, എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തരുതല്ലോ, മാസത്തിൽ ഒരിക്കൽ വിളിക്കാം. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ വിളിച്ചു. I did not know Naushad had 10 children. ഏറ്റവും മൂത്തത് ഒരു ബോയ് in the first marriage, after which the wife died. He married her younger sister. And in that lady he had 9 children. Among the 9 children there were only 3 boys. No, only 2 boys and 7 girls. One of the little girls will pick up the phone. I'll ask, Naushad sahab ghar mein hai? The child will say, अब्बू घर में नहीं है. ഒരു മാസം അങ്ങ് പോയി. അബ്ബു, അവര് ഫാദറിനെ വിളിക്കുന്ന അബ്ബ, നമ്മൾ പറയാം അബ്ബ പിതാവ് എന്നൊക്കെ പറയുന്നത്, അതിന്റെ ഒറിജിനൽ റൂട്ട് അബ്ബു. അങ്ങനെ ഓരോ മാസം കഴിഞ്ഞ് വിളിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കൊച്ചുപെണ്ണെടുത്തിട്ട് അബ്ബു ഗർഭേ നഹി എന്ന് പറഞ്ഞങ്ങനെ അവസാനം 11 മാസം കഴിഞ്ഞപ്പോൾ നൗഷാദ് himself happened to pick up the phone. I said, sir, oh, तुम अब भी यहाँ है, क्या करते हो? I said, sir, now it's a life and death situation. I cannot write this ridiculous letters. We are sending 24 direct pens. Kindly acknowledge and send us the payment. I'm fed up of writing this letter for the last 11 months, and every day from 10 o'clock in the evening till 5 o'clock. So I'm become very upset. Oh, अच्छा. अच्छा एक काम करो, कल 8 बजे घर में आ जाओ. I went to him and he gave me some musical test. I was able to succeed in it, and he appointed me as one of his assistants. His first assistant was a wonderful man as well as a wonderful musician called Mr. Muhammad Shafi. And I was supposed to be his junior, and Shafi was such a big-hearted man.
he treated me as an equal. ഓക്കെ. അതെങ്ങനെയാ പുള്ളി അസിസ്റ്റന്റ് എന്തൊക്കെ ജോലികളാണ് നമ്മൾ ചെയ്യുക? അസിസ്റ്റന്റ് ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ പറയും. For example, there will be a sad song. So Naushad Sahib will tell Shafi, एक बनाओ मेलोडी बनाओ, जरी साहब को भी बनाने दो, मैं भी बनाता हूँ और देखते हैं क्या होगा. So ഒരു ലിറിക്സ് ഇങ്ങനെയാണ്, ബീത്തെ ദിനോं की याद सताती है आज भी. അതൊരു ഉറുദു ഗസൽ ശൈലിയാണ്. അപ്പൊ ഞാൻ ഒരു ട്യൂൺ ഉണ്ടാക്കി ഇങ്ങനെ, ബീത്തെ ദിനോ കി യാദ് സതാതി ഹൈ ആജ് ഭി, ക്യാ വോ ज़माने फिर कभी वापस न आएंगे, क्या हम तमाम उम्र यूं ही रोए जाएंगे, बीते दिनों की याद सताती है आज भी. Yeah, it was liked, but Nasha said, അതവിടെ കേട്ട് ഞങ്ങൾക്ക് വേറെ ട്യൂൺ ഇടാന്ന് പറഞ്ഞു. ദിസ് വാസ് നോട്ട് യൂസ്ഡ്. അതാണിപ്പോ ഊഞ്ഞാലിലാടി വന്ന കിനാവെങ്ങ് മാഞ്ഞു പോ, അത് ആക്ഷൻ ഹീറോ ബിജുയിലുള്ള സോങ് ആണ്. ആക്ച്വലി ദാറ്റ്സ് എ ഫാർ ബെറ്റർ സോങ് ദാൻ പൂക്കൾ പനിനീർ പൂക്കൾ. പക്ഷെ ഇറ്റ് വാസ് പിക്ചറൈസ്ഡ് വെൽ, സോ പീപ്പിൾ ലൈക്ക് പൂക്കൾ ഹിറ്റായി over and above this one, but this is a far superior composition and orchestration also. അന്ന് ചെയ്തതാ 1964 65 69 ഇടയിൽ ചെയ്ത, ഒരു 66 മറ്റേതായിരിക്കും ഇത്. അന്നത്തെ രീതി, അതായത് പാട്ടിന്റെ വരികൾ മാത്രമാണോ നൗഷാദ് കമ്പോസ് ചെയ്യുക, ഓർക്കസ്ട്രേഷനും മൂപ്പര് തന്നെ ചെയ്യോ, അതോ അത് നമ്മളാണോ ചെയ്യണേ? നൗഷാദ് സാബ് knew what to do, but he would compose the basic tune of the song. See, another very important thing for us to know is they will never compose a tune and put words to it. അവരുടെ ശൈലി ഷായരി എന്ന് പറയുന്നതാണ്. കവിതയ്ക്ക് വേണ്ടി മരിക്കുന്ന ആളുകളാണ്. അത് സാധാരണ വർത്തമാനം പറയുമ്പോഴും കൂടി കവിതയുടെ കോട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അത്ര വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് കൾച്ചറാണ് ഈ ലഖ്നവി കൾച്ചർ. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ ലിറിസിസ്റ്റും മ്യൂസിക് ഡയറക്ടറും കൂടി ഒരു മുറി കയറിയിരുന്നു ഒരാഴ്ച എടുത്തിട്ട് ഒരു 200 ലൈൻ ആ സിറ്റുവേഷനെ പറ്റിയ 200 ലൈൻസ് എഴുതും. അതിനെ പറ്റിയ വൃത്തം എടുത്തിട്ട് ആ വൃത്തത്തിൽ എഴുതും. Take this one itself. बीते दिनों की याद सताती है आज भी, क्या वो ज़माने फिर कभी वापस न आएंगे, क्या हम तमाम उम्र यूं ही रोए जाएंगे. ഇങ്ങനെ കുറേ 200 ലൈൻ എഴുതിയിട്ട് അവസാനം 20 ലൈൻ മാത്രം, അതിൽ നിന്ന് ഏറ്റവും എന്താ പറയുക ക്രീമായിട്ടുള്ള 20 ലൈൻ മാത്രം എടുത്തതിന് അത് ഉറപ്പിച്ചതിന് ശേഷമാണ് മ്യൂസിക്കിലേക്ക് പോകുന്നത്. So that the priority of lyrics is നമ്മുടെ കൾച്ചറിലുള്ള ഒരു ബേസിക് തിങ് ആണല്ലോ. അതായിരുന്നു അവരുടെ സിസ്റ്റം. But Naushad Sahib would do some orchestration, but he was not that savvy about chords and all that. Though in publicity he would be appear to play the piano and all that. He used to play piano a little bit, not much. But then there were people like Anthony Gonsalves എന്ന് പറഞ്ഞൊരു ഗോവക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലാണ് പിന്നീട് ഒരു സിനിമ വന്നത്, ആന്റണി ഗൊൺസാൽവസ് എന്നൊക്കെ പറഞ്ഞ് കിഷോർകുമാരൊക്കെ പാടി. Anthony Gonsalves was a real person from Goa who was a master orchestrator and a musician. So they will get the tune and decorate it right from the whole thing. And occasionally Naushad may say, oh, in the beginning ആ കുതിര പോകുമ്പോൾ നോക്കി ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ പിന്നെ സൺസെറ്റ് കാണിക്കുമ്പോൾ നോക്കി ഇത് ഇങ്ങനെ കൊടുക്കാം എന്നൊക്കെ ഹിൻസ് പറഞ്ഞു കൊടുക്കും. ദേ വിൽ ഫുൾഫിൽ ദോസ് റിക്വയർമെന്റ്. അതൊക്കെ തന്നെ ഞാനും ഷഫിയും ഒക്കെ ചെയ്തിരുന്നു. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അന്ന് ഇന്നത്തെ രീതിയിലാണോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് സിനിമയുടെ ഇൻസിഡന്റൽ മ്യൂസിക് അല്ലേ?
അത് ചെയ്തിരുന്നത് ബോംബെയിൽ ചെയ്തിരുന്നത് ഹോളിവുഡ് സ്റ്റൈലിലാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ആ സിനിമ കാണിക്കും ഒരു മാസം മുമ്പ് തന്നെ. ഇപ്പോൾ റീ റെക്കോർഡിങ് ഫെബ്രുവരിയിലാണെങ്കിൽ നവംബർ എൻഡിലോ ഡിസംബറിൽ തന്നെ ഞങ്ങൾ സിനിമ കാണിക്കും. അതിൻ്റെ അകത്ത് ഓരോ സീക്വൻസ്, ഓരോ സീനും ഞങ്ങൾ കണ്ടിട്ടൊക്കെ നോട്ട് ചെയ്യും. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം, ഓക്കെ ആരോ ഒരാൾ കത്തി എടുക്കുന്നു, കത്തി എടുക്കുന്നത് മുതൽ കത്തി മൂവ് ചെയ്ത് വേറൊരാളുടെ മുതുക് കാണിക്കുന്നത് വരെ ഒരു മൂവ്മെന്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കത്തി പൊക്കുമ്പോൾ ആ മ്യൂസിക് ഒന്ന് ഇന്റൻസിഫൈ ആക്കിയിട്ട് കൊത്തുമ്പോൾ ഒരു ബാങ്. ഇതൊക്കെ ഞങ്ങൾ ടൈം ചെയ്യും, എത്ര സെക്കൻഡ്, ഇവിടുന്ന് ഇവിടം വരെ എത്ര സെക്കൻഡ്, ഇവിടുന്ന് അങ്ങനെ അതൊക്കെ. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു ഈ ട്യൂണൊക്കെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാക്കും. പേപ്പറിൽ എഴുതി കുത്തിക്കൊണ്ടുപോയിട്ട് സ്റ്റുഡിയോയിൽ ചെന്നിട്ട് ഈ മ്യൂസിഷ്യൻസിനെ കൊണ്ട് ഇത് വായിപ്പിച്ച് സിനിമ ഇടും. എന്നിട്ട് അതും ഇവർ വായനയും കൂടിയുള്ളത് സിങ്ക് ചെയ്യും. അല്പസ്വല്പം അത് ഇതൊക്കെ നീക്കുപോക്കുകളൊക്കെ വേണ്ടി വരുന്നത് അപ്പം ചെയ്തിട്ട് ഒരു ഫുൾ റീൽ അതുപോലെ ആക്കിയിട്ടാണ് റീ റെക്കോർഡ് ചെയ്യുന്നത്. ഈ നൗഷാദ് സാബ് വെസ്റ്റേൺ മ്യൂസിക്കിന്റെ ആളും കൂടിയായിരുന്നല്ലോ. ആ, അപ്പൊ നിങ്ങൾ തമ്മിൽ ഭയങ്കര സിങ്ക് ആയിട്ടുണ്ടാവും അല്ലേ? ഞങ്ങൾ നല്ല സിങ്കിലായിരുന്നു, ഡെഫിനറ്റ്ലി. മോർ ദാൻ ദാറ്റ്, ഹീ took me as a member of his family because what was happening was I was there. കാലത്ത് 8 മണി മുതൽ രാത്രി അദ്ദേഹം പറയുന്ന സമയം വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഉച്ചഭക്ഷണത്തിന് എന്നെ ഇരുത്തുന്നത് ഇദ്ദേഹത്തിന്റെ ടേബിളിലാണ്. So there's a long table. He sits at the head. His wife sits there. I sit directly opposite her, and all the children sit along this. So I was like a family member. There was another reason for that also. See, for example, all his children went to Catholic schools. Bandrel, St. Peter's, ആൺകുട്ടികൾ പഠിക്കാൻ പോയി. St. Joseph's College run by sisters. അവിടെയാണ് ഈ പെൺകുട്ടികളൊക്കെ പഠിക്കാൻ പോയി, കോളേജിലും ഹൈസ്കൂളിലൊക്കെ ആയിട്ട്. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഐ വിൽ ബി സെൻറ്റ് ടു സോൾവ് ഇറ്റ്. അങ്ങനെ ഒരു സൈഡ് ഇൻട്രസ്റ്റ് കൂടി എന്നിൽ ഉണ്ടായിരുന്നിരിക്കാം. ഞാനിപ്പോ ഊഹിക്കുകയാണ്. അച്ഛനാവുമ്പോഴൊക്കെ അദ്ദേഹം മൂപ്പർക്ക് അറിയാം. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വെസ്റ്റേൺ മ്യൂസിക് ക്ലാസിക്കൽ കൃത്യം പഠിക്കാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്, എപ്പോഴാക്കിയാ? ഞാനോ? ഞാൻ ആക്ച്വലി ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ ചെറുപ്പം മുതൽ ഒരു 15 വയസ്സ് വരെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ പബ്ലിക്കിലൊക്കെ പാടി കൈരിയൊക്കെ. യേശുദാസ് പബ്ലിക് ആകുന്നതിന് പാട്ടുകാരനാണെന്ന് അറിയപ്പെടുന്നതിന് മുമ്പ് ജെറിയായിരുന്നു ഈ കൊച്ചി പാട്ടുകാരൻ. എന്നിട്ട് കൂടി ആരും എന്നെ മ്യൂസിക് പഠിപ്പിക്കണമെന്ന് ചിന്തിച്ചില്ല. എനിക്കും അങ്ങനെ ചിന്തയില്ലായിരുന്നു. ഒരു വിധത്തിൽ നന്നായി. ഇപ്പൊ ഞാൻ മ്യൂസിക്കും പഠിച്ച് കർണാറ്റിക് മ്യൂസിക് പാടി, ഞാൻ വെറുതെ കച്ചേരിയും പാടിയെങ്കിൽ ഇപ്പൊ നടക്കുമായിരുന്നു. സോ അത് കാരണം സോ when I went to the seminary, those German fathers found out എനിക്ക് മ്യൂസിക്കലി ടാലന്റ് ഉണ്ട്. അവിടെയാണ് എനിക്ക് ആദ്യമായിട്ട് അവരെന്നെ ആദ്യം തബല പഠിപ്പിച്ചു. ഓൾ ഇന്ത്യ റേഡിയോയിലുള്ള മിസ്റ്റർ മുഹമ്മദ് ഖാൻ, ഫസ്റ്റ് ഗ്രേഡ് ആർട്ടിസ്റ്റ് വന്ന് ഞങ്ങളെ ആഴ്ചയിൽ, ഞങ്ങളെന്ന് വെച്ചാൽ എന്നെ തൃശ്ശൂർക്കാരൻ ഒരു പുത്തൂരുണ്ടായിരുന്നു, പിന്നെ വേറെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, ഞങ്ങൾ തബല പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറെ ആംഗ്ലോ ഇന്ത്യൻസിനെ കൊണ്ട് ഞങ്ങളെ പിയാനോ പഠിപ്പിച്ചു. പിന്നെ ചേർച്ച് ഓർഗൻ വായിക്കാൻ പഠിപ്പിച്ചു. അത് ഞാൻ എടുത്ത് പറയാൻ, പിയാനോ എന്ന് പറയുന്നത് വി ഹാവ് ടു ഹിറ്റ് ഇറ്റ്, ദ കീ, if you press the key, no serum will come out. You have to hit the key, apply piano work ചെയ്യുള്ളൂ. ബിക്കോസ് അത് മെക്കാനിക്കൽ പിയാനോ അല്ല, ഇതിപ്പോൾ ഇലക്ട്രോണിക് പിയാനോ. മെക്കാനിക്കൽ പിയാനോയുടെ അകത്ത് ഓരോ സ്ട്രിങ്ങിൻ്റെയും ശ്രുതി ചേർത്ത് വെച്ചിരിക്കുന്ന സ്ട്രിങ്ങിൻ്റെ എഗൻസ്റ്റ് ഒരു ചെറിയ ചുറ്റിക വെച്ചിട്ടുണ്ട്. നമ്മൾ ചുറ്റിക ഇങ്ങനെ മുട്ടുമ്പോൾ ഈ ചുറ്റിക പോയിട്ടാണ് ആ സ്ട്രിങ്ങിനായിട്ട് അടിക്കുന്നത്. അങ്ങനെ അടിക്കണമെങ്കിൽ ഇങ്ങനെ അടിക്കണം, നമ്മളിങ്ങനെ സ്ട്രൈക്ക് ചെയ്യണം, അതിങ്ങനെ അമർത്തിയ സ്വരം വരില്ല. പക്ഷെ അതേസമയം ഓർഗൻ വായിക്കുന്നത് അടിച്ചുകൊണ്ടല്ല, അതിങ്ങനെ പയ്യെ പയ്യെ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഓർഗൻ ഇടുകയാണെങ്കിൽ 1 minute, where is that organ? Organ, for example. ഇവിടെ നമുക്ക് അമക്കിയാൽ മതി അങ്ങനെ. സോ പിയാനോ, സോ അത് ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസിനെ കൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചു.
അങ്ങനെ I was in charge of the choir for 10 years in the seminary. Yes. So it was a good experience with regard to church music. ഈ ചേർച്ച് മ്യൂസിക് ഈ പറഞ്ഞ പോലെ വെസ്റ്റേൺ മ്യൂസിക് അതിനൊരു വേറെ ഒരു സൂത്തിങ് എലമെന്റ് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ചേർച്ച് മ്യൂസിക് കേൾക്കുന്ന സമയത്തും അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ തുടക്കത്തിലൊക്കെ? ഒരു ആത്മീയതയുടെ അംശം ഒക്കെ ഉള്ള പോലത്തെ ഒരു മ്യൂസിക്. നമ്മൾ പള്ളിയിൽ പോകുന്നത് ബഹളം കൂട്ടാനല്ലല്ലോ. അവിടെ ചെന്നിട്ട് ബഹളം ടോട്ടിന്ന് സ്വരമൊന്നും പള്ളിയിൽ പാടില്ല. അപ്പൊ എല്ലാം ഒരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷം നമ്മളെ ഇങ്ങോട്ട് ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പൊ അന്ന് അക്കാലത്ത് മ്യൂസിക് ആ ടൈപ്പായിരുന്നു. ഉദാഹരണത്തിന് ഫൈറ്റലി ഫോർ എക്സാമ്പിൾ ഒരു ലത്തീൻ പാട്ട് ഇടുകയാണെങ്കിൽ കർത്താവെ ഞങ്ങളോട് ദയ കാണിക്കണമെന്ന്. അതിൻ്റെ അകത്ത് ബഹളം കൂട്ടാനൊന്നും ഇല്ലല്ലോ അല്ലേ. വിളിക്കുകയാണ്. കിരി എന്ന് വെച്ചാൽ ലോഡ്. ആ വിളി നീട്ടിക്കൊണ്ട് വേണം. ദയ കാണിക്കണം. എലൈസോൺ എന്ന് വെച്ചാൽ ദയ കാണിക്കണം. ഇറ്റ് ഇസ് ഗ്രീക്ക് ആണത്. ഇറ്റ് ഇസ് നോട്ട് ലാറ്റിൻ. പക്ഷെ ഗ്രീക്ക് ഭാഷയിൽ ആദ്യകാലത്ത് ഗ്രീക്ക് ഭാഷയിലായിരുന്നു ക്രിസ്ത്യൻ ഡിവോഷണൽ കാര്യങ്ങൾ നടന്നിരുന്നത്. ഈ ബൈബിളിൽ നിറയെ മ്യൂസിക് ഇല്ലേ? ഇല്ല. ബൈബിളിൽ ഒരു പുസ്തകത്തിന്റെ പേരാണ് സെപ്പേർ തെഹല്ലീം എന്ന് വെച്ചാൽ പാട്ടുകളുടെ പുസ്തകം. ഒരു ബുക്കുണ്ട്. അതിൽ 150 പാട്ടുകളുണ്ട്. അതിനകത്ത് ബൈബിൾ മുഴുവൻ പാട്ടല്ലേ എന്ന് ചോദിക്കുന്നത് എങ്ങനെ? മ്യൂസിക്കലല്ലേ എന്ന് ഞാൻ ചോദിച്ചത്. ഐ വുഡ് നോട്ട് സേ ദാറ്റ്. ബൈബിൾ ഈസ് എ റെഗുലർ ഹിസ്റ്ററി ഓഫ് ദി ജൂയിഷ് പീപ്പിൾ ഫണ്ടമെന്റലി. അതിൽ ഒരെണ്ണമാണ്, ഒരു പുസ്തകത്തിന്റെ പേരാണ് ബുക്ക് ഓഫ് സോങ്സ്, സെപ്പേർ തെഹല്ലീം. നമ്മൾ പറയുന്ന ബുക്ക് ഓഫ് സാംസ് എന്നാണ്. PSALMS, പ്രൊനൗൺസ് സാംസ്. അപ്പോൾ ആ പാട്ടുകൾ ജൂതന്മാരുടെ പള്ളിയിൽ ഉപയോഗിച്ചിരുന്ന പാട്ടുകളാണ്. അത് തന്നെ ക്രിസ്ത്യാനികൾ ഇപ്പോൾ മലയാളത്തിലും ലോകം മുഴുവൻ ആ ജൂതന്മാരുടെ ആ പാട്ടുകൾ തന്നെ. അത് കിങ് ഡേവിഡ് എന്ന് പറഞ്ഞൊരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹം, ദാവീദ് രാജാവ് എഴുതിയ പാട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് കുർബാനയുടെ ആദ്യ ഘട്ടത്തിൽ ഓഫർട്ടറി വരുന്നതിന് മുമ്പ് നടക്കുന്നത് കംപ്ലീറ്റ്ലി വാട്ട് ജൂയിഷ് പീപ്പിൾ ഡിഡ് ഇൻ ദ സിനഗോഗ് ഇൻ ദോസ് ഇയേഴ്സ്. അതങ്ങനെ തന്നെ ക്രിസ്ത്യാനികൾ അഡാപ്റ്റ് ചെയ്തിരിക്കും. അതായത് വായനയും ഈ എന്താ പറയുക സിംഗിങ് ഓഫ് ദ സങ്കീർത്തനങ്ങൾ പാടുകയും അങ്ങനെ. മുമ്പ് പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ഭയങ്കര സിമ്പിളാണ് വെസ്റ്റേൺ മ്യൂസിക് എന്ന് പറയുന്നത്. കുറച്ചും കൂടി എന്താ പറയാ കർണാട്ടിക് മ്യൂസിക് മാതിരിയല്ല. അല്ല 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 സിമ്പിൾ ആണെന്ന് വെച്ചാലേ ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിൽ ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് പൊതുവെ ഒരു നോട്ടിൽ നിന്ന് അടുത്ത നോട്ടിലേക്ക് ഇങ്ങനെ ചാടുകയില്ല. ഇത് കണ്ട ഈ ഇൻസ്ട്രുമെന്റ് തന്നെ കമ്പോസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് ചാടിപ്പോവുകയാണ്. പക്ഷേ ഇന്ത്യൻ മ്യൂസിക് അങ്ങനെയല്ല, സാരി ഒരു ഗ്ലൈഡാണ്. You will never hardly ever say അത് റിഹേഴ്സലിന് വേണ്ടി പറയും സരി ഗമ പധ അങ്ങനെ പറയുമെങ്കിലും, പക്ഷെ യഥാർത്ഥ പാട്ട് വരുമ്പോൾ സരി ധ gliding, using all the vibrations in between. So that's a big difference. Eastern music, Indian music and Western music is all jumping up and down. So do re mi fa, they will not do re mi fa അങ്ങനെ ഒരിക്കലും പാടില്ല. do re mi fa sol la like that. ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, പാട്ട് മനുഷ്യർക്ക് കേട്ടാൽ മനസ്സിലാവണം, അവരുടെ ഉള്ളിലേക്ക് കയറണം. അതിന്റെ ടെക്നിക്കാലിറ്റി അല്ല, അതിന്റെ സിംപ്ലിസിറ്റി ആണ് മനുഷ്യരിലേക്ക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ വരേണ്ടതെന്ന് വിചാരിക്കുന്ന ഒരാളും കൂടിയിട്ടാണല്ലോ. പാട്ടിന്റെ ബേസിക് ഉദ്ദേശം എന്താണെന്നാ വിചാരിക്കുന്നത്? പാട്ടിന്റെ ബേസിക് ഉദ്ദേശം വാട്ട് ദ വേർഡ്സ് cannot convey, the melody will convey. വാക്കുകൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഈ ട്യൂൺ ആ വാക്കുകളോട് ചെല്ലുമ്പോൾ ചെയ്യും. ഈ രാഗങ്ങളുണ്ടല്ലോ, കർണാട്ടിക് മ്യൂസിക്കിലെയും ഹിന്ദുസ്ഥാനിയിലൊക്കെ രാഗം, അതിനൊക്കെ ഓരോ ഭാവവും കൂടിയിട്ടുണ്ട്. വെസ്റ്റേൺ മ്യൂസിക്കില് എങ്ങനെയാണത്? അത് അവര് നമ്മളെപ്പോലെ അത്ര ക്ലിപ്തമല്ല. അവർക്ക് ഫോർ എക്സാമ്പിൾ വെസ്റ്റേൺ മ്യൂസിക്കിൽ ഈ പറയുന്ന രാഗങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നു. ഇൻഫാക്ട് അത് ഞാൻ എടുത്ത് പറയുകയാണ്.
അലൈൻ ഡനിയലു എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് മ്യൂസിഷ്യൻ ബനാറസിൽ വന്ന് 32 കൊല്ലം താമസിച്ചു. എന്നിട്ട് അദ്ദേഹം കുറേ ഒബ്സർവേഷൻസ് ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അദ്ദേഹം കണ്ടുപിടിച്ചു, ഗ്രീക്കുകാര് അവരുടെ ചരിത്ര പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, വി ലേൺഡ് മ്യൂസിക് ആൻഡ് ഡാൻസ് ഫ്രം ഇന്ത്യ. അവർ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ ആൾക്കാർക്കൊന്നും അറിഞ്ഞുകൂടാ. ഈ ഫ്രഞ്ചുകാരൻ വന്നത് കണ്ടുപിടിച്ച്, ആൻഡ് ഹി വെന്റ് ടു ലണ്ടൻ what do you call library of whatever, and he found out it is true that such a statement is there. The Greek people have said that we learned music and dance, and so their music also has got all the ragas what we have, but not so elaborate. For example, they have one called like this. ഇതിന് നമ്മൾ ഖരഹരപ്രിയ എന്ന് പറയും. അവരതിനെ ഡോറിയൻ മോഡ് എന്ന് പറയും. ഇവിടെ വരണം ഇങ്ങനെ. ഇതിനെ നമ്മൾ സിന്ധു ഭൈരവി എന്ന് പറയും. അവരതിനെ ഫ്രിജിയൻ മോഡ് എന്ന് പറയും. ഇതിനെ നമ്മൾ കല്യാണി എന്ന് പറയുന്നത്. അവരതിനെ ലിഡിയൻ മോഡ്. ഇവിടെ നമ്മൾ ഹരികാംബോജി എന്ന് പറയുന്നു. അവരതിനെ മിക്സൊലിഡിയൻ മോഡ് എന്ന് പറയും. അപ്പം നമ്മുടെ ഈ നാലെണ്ണം അവിടെയുണ്ട്. എന്നിട്ട് അതിനെ അവർ ഒരു ഒത്തൻറ്റിക് മോഡെന്നും പറയും, പ്ലേഗൽ മോഡെന്നും പറഞ്ഞ് അതൊന്ന് വിസ്തരിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് 8 എണ്ണം ഉണ്ട്. നമുക്കിവിടെ 72 എണ്ണം ഉണ്ട്. ഈ ഭാവം എന്ന് പറയുന്ന സംഗതിയെ ഈ വെസ്റ്റേൺ മ്യൂസിക്കിൽ എങ്ങനെയാ കൊണ്ടുവരിക അപ്പോ എന്ന് ചോദിച്ചാൽ, ദാറ്റ് ഈസ് നോട്ട് പ്യൂർലി ബേസ്ഡ് ഓൺ ദ സെലക്ഷൻ ഓഫ് ദി. നമുക്ക് ഒരു കമ്പാരിസൺ പറയുമ്പോൾ മനസ്സിലാവും. സപ്പോസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു സങ്കടഭാവം വേണമെങ്കിൽ പറയാം. പക്ഷെ അവര് കൊണ്ടുവരുന്നത് അതിൻ്റെ ഹാർമണിയിലാണ് കൊണ്ടുവരുന്നത്. Not because of the melodic decoration കൊണ്ടല്ല കൊണ്ടുവരുന്നത്, പക്ഷേ മറ്റുള്ള സ്വരങ്ങളോടുകൂടി ഒപ്പം ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഭംഗി അതിലാണ്. പിന്നെ പാട്ടുകാരൻ്റെ കഴിവനുസരിച്ച് ഹീ ക്യാൻ ബ്രിങ് ദി ഇമോഷൻ. യുനോ, കരച്ചിലാണെങ്കിൽ പൊക്കിക്കരയും, അല്ലെങ്കിൽ സോഫ്റ്റായിട്ട് ഇങ്ങനെ പറയില്ലേ, എന്താ നമ്മൾ പറയുന്നത്, വിതുമ്പി കരയുന്ന. അപ്പൊ അതൊക്കെ is there, but not necessarily directly connected with the scale or raga or the mode. Okay. Like ours. ഈ ഇന്ത്യൻ മ്യൂസിക്കിന് കിട്ടിയൊരു വലിയ സാധ്യതയാണ് സത്യത്തിൽ സിനിമ എന്ന് പറയുന്നത്, അല്ലേ? ഇന്ത്യൻ മ്യൂസിക്കിന് കിട്ടിയതോ? ഇന്ത്യൻ മ്യൂസിക്കിന് സിനിമ ഇല്ലെങ്കിലും മ്യൂസിക് ഉണ്ടല്ലോ. പക്ഷെ ഇതിന്റെ ഒരു സാധ്യതയും കൂടിയിട്ടാണ് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത്. ഒരു വെസ്റ്റേൺ സിനിമയിലോ ഹോളിവുഡ് സിനിമയിലോ ഒന്നും പാട്ടുകള് ഈ നമ്മുടെ ഇതേപോലത്തെ പാട്ടുകളൊന്നും അങ്ങനെ അവർ ഉപയോഗിച്ചിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല. മ്യൂസിക്കൽ സിനിമകൾ ആയിട്ടുണ്ടെങ്കിൽ പോലും അതല്ലാതെ സിനിമയിലൊരു അവിഭാജ്യ ഘടകമൊന്നുമല്ല പാട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യൻ സിനിമകളിലെ എല്ലാ ഭാഷയിലെ സിനിമയിലും പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സിനിമ എപ്പോഴാണ് സാറിന്റെ ഉള്ളിലേക്ക് കയറിയത്? പാട്ടിന്റെ സാധ്യതയും കൂടി ആയിട്ട്. അങ്ങനെ സിനിമ എൻ്റെ ഉള്ളിൽ കയറി എന്ന് പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ വളർന്നു, അതിനോടുകൂടി. നൗഷാദിന്റെ അടുത്ത് പോയിട്ട് പ്ലേ ബാക്ക് സിംഗർ ആവണമെന്ന് പറഞ്ഞല്ലോ. അതെ, അതുകൊണ്ട് ചോദിച്ചാ. അല്ല, അതിപ്പോ നമ്മളിതെല്ലാം ഒരേ സമയത്ത് പലതും സംഭവിക്കുന്നതിന്റെ ഇടയിൽ കൂടിയാണല്ലോ ഇതും സംഭവിക്കുന്നത്. അല്ലാതെ ഒരു പ്രത്യേക സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ഒരു ബൗദ്ധത ഉണ്ടായതൊന്നും അല്ല. ഈ സിനിമയിലെ മ്യൂസിക് ശ്രദ്ധിക്കുമായിരുന്നോ? സിനിമ കാണുകയൊക്കെ? ചെറുപ്പം മുതൽ സിനിമ പാട്ടുകളെ കൂടുതൽ സിനിമ കാണുന്നുണ്ട്. പാട്ടല്ലാതെ സിനിമ കാണും. സിനിമ കാണാൻ വീട്ടിൽ വലിയ പെർമിഷനൊന്നും ഇല്ലായിരുന്നു, എങ്കിലും കുറച്ച് ആരും അറിയാതെയൊക്കെ പോയി സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ എൻ്റെ അമ്മ എന്നെ കൊണ്ട് സിനിമ കാണിച്ചു. ബൈജു ബാവ്ര എന്ന സിനിമ എൻ്റെ അമ്മ എന്നെ കൊണ്ട് കാണിച്ചു. അങ്ങനെ ഉണ്ട്. മലയാള സിനിമകളോ? മലയാള സിനിമയുടെ സമയത്ത് ഞാനിവിടെ ഇല്ല. ഞാൻ 1955 കേരളം വിട്ടിട്ട് പിന്നെ വരുന്ന 1980 So 25 years I was not here.
So I had no idea about Malayalam film. Even though I have heard Yesudas എന്ന് പറഞ്ഞ നല്ല പാട്ടുകാരനുണ്ടെന്നും സത്യ എന്ന് പറയുന്ന ആക്ടർ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് അവരുമായിട്ട് അവരുടെ ആക്ടിങ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നാട്ടിലേക്ക് വരാറേ ഇല്ല അപ്പൊ? ഇല്ല, ഞാൻ വന്നിട്ടില്ല. ഇടയ്ക്ക് ഒരു ദിവസം വരും പോവും, അങ്ങനെയൊന്നല്ലാതെ. അപ്പൊ വീട്ടിലുള്ളവരൊക്കെ ഇവിടെ തന്നെയല്ലേ? വീട്ടുകാരൊക്കെ ഇവിടെ തന്നെ. അപ്പൊ ഈ 25 years I was away. ഓ അപ്പൊ നാട് മിസ് ചെയ്തോ? I don't think so. I was only traveling one way, I was not looking back. ബോംബെ മാത്രമായിരുന്നോ അതോ? ബോംബെയിൽ നിന്ന് I went to America, USA. പിന്നെ അമേരിക്കയിൽ പോകുന്നത്? അമേരിക്കയിൽ പോകുന്നത് ഞാനത് നൗഷാദ് സാഹിബിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ I felt that Western music ശരിക്കും അറിയാതെ one cannot become a full-fledged music director. അപ്പോൾ I said I must learn this. ഈ ഗോവാക്കാരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ I myself should do it എന്നും പറഞ്ഞ് അങ്ങോട്ട് പോയതാണ്. അവിടെ തന്നെ ഞാൻ ബാച്ചിലർ ഓഫ് മ്യൂസിക് എടുത്തു. അതൊരു ന്യൂ ഓർലിൻസ് എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ നിന്നായിരുന്നു. അവിടുത്തെ ഒരു സേവിയർ യൂണിവേഴ്സിറ്റി ഓഫ് ലൂയിസിയാന എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് I was lucky to get admitted to Cornell University, which is one of the 12 Ivy League universities of the United States. And there I took my master's degree in composition. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കേൾക്കുന്ന വെസ്റ്റേൺ മ്യൂസിക്കും അതിന്റെ സ്ഥലത്ത് പോയി പഠിക്കുന്ന ആ അന്തരീക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവിടെ പഠിക്കും ഇവിടെ നമ്മൾ വെസ്റ്റേൺ മ്യൂസിക് എന്ന് പറയുന്നത് കേൾക്കുന്നത് മുഴുവൻ അമേരിക്കൻ പോപ്പ് മ്യൂസിക്കാണ്. ഇറ്റ് ഈസ് ലൈക്ക് സെയിങ് നമ്മുടെ അറേബ്യൻ ഉൾക്കടൽ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ മേനക ടോക്കേഴ്സിന് മുമ്പിലുള്ള വെള്ളമാണെന്ന് പറയുന്നത്. മഹാസാഗരമാണ് വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഐ വുഡ് സേ വി റിയലി ഡു നോട്ട് until now, our young people had no idea what Western music was. They mistook Western music as American pop music. അങ്ങനെ അമേരിക്കൻ പോപ്പ് മ്യൂസിക്കിനെ വെസ്റ്റേൺ മ്യൂസിക് എന്നുള്ള മഹാസാഗരമായിട്ട് തെറ്റിദ്ധരിച്ചു. ഇപ്പൊ കുറേശ്ശെ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. They understand classical music. There is opera, there is a symphony, there is this, there is that, there is a concerto. അങ്ങനെ പല പല ടൈപ്പ് കോമ്പോസിഷൻസ് ആൻഡ് പെർഫോമിങ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ആ വലിയ പിക്ചർ ഇപ്പൊ കുറേശ്ശെ പിള്ളേർക്ക് പിടുത്തം കിട്ടാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ലോകം മുഴുവനും മ്യൂസിക്കിന്റെ പല പല ഭാവഭേദങ്ങൾ ഉണ്ട്. ഇപ്പോ പോപ്പ് ഉള്ളതുപോലെ തന്നെ റാക്കും ബ്ലൂസും ജാസും രാഷ്ട്രഫാരിയനും അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്ത് പലതരം മ്യൂസിക് സമരമായിട്ടും ആൾക്കാരുടെ എമാൻസിപ്പേഷന്റെ ഒരു ഭാഗമായിട്ടും ഒക്കെ മ്യൂസിക് ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയം കൂടിയാണ് മ്യൂസിക്. നമ്മളില് ഇടപെട്ട മ്യൂസിക് ആ മാറ്റങ്ങളും അങ്ങനെ മ്യൂസിക്കിനെ കാണുന്നതൊക്കെ അറിയുകയും അതില് എന്താ പറയാ അതിൽ ഇൻസ്പയർഡ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയല്ല, നമ്മളിപ്പോ ഒരു ഇമാജിനറി വേൾഡിലാണ് ഈ സംഭവങ്ങൾ മുഴുവൻ. ഞാൻ പോയിട്ട് ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ മുദ്രാവാക്യം വിളിക്കുകയോ ഒരു പാട്ടുണ്ടാക്കുകയോ ഒന്നും ഞാൻ ചെയ്തില്ലല്ലോ. പക്ഷെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു സീക്വൻസ് വരുമ്പോൾ വി ബിക്കം ആർട്ടിഫിഷ്യലി ഇൻസ്പയർഡ് ബൈ ദ സന്ദർഭം അനുസരിച്ച് നമ്മൾ എന്തോ ചിന്തിച്ചിട്ട് അതിന് പറ്റിയൊരു സാധനം കൊടുക്കുന്നു. അത്രേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ റിയൽ ലൈഫുമായിട്ട് ഒരു ബന്ധമില്ല. അവിടെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ വരുന്ന കുട്ടികളോ 6 അടി പൊക്കമുള്ള ഭീമന്മാരാ. ഞാനാ കുട്ടി. പറഞ്ഞോളൂ. അവരുടെ നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമല്ലേ സത്യത്തിൽ? എന്താ വ്യത്യാസം? നമ്മൾ അവരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾക്ക് ബെറ്റർ ആയിട്ട് പഠിക്കുന്നു എന്നാണ് ഞാൻ കണ്ടുപിടിച്ചത്. വെൻ വി ട്രൈ ടു എക്സ്പ്ലെയിൻ സർട്ടൻ പോയിന്റ് ടു ദം, നമുക്ക് അപ്പൊ കുറെ കൂടി ഇൻസൈറ്റ് കിട്ടുന്നു. അതാണ്. മാത്രമല്ല ഞാൻ പഠിപ്പിച്ചത് വലിയ മ്യൂസീഷ്യൻസിനെ അല്ല, നോൺ മ്യൂസിക് മേജേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അവരാണ്. ആസ് എ ബിഗിനർ I was given only that job to teach non-music majors music. അപ്പോൾ അവരെ കൊണ്ട് അവർക്ക് വേണ്ടത് മ്യൂസിക്കുകൾ പലതരം ടൈപ്പ് വെസ്റ്റേൺ മ്യൂസിക് കേൾപ്പിക്കുക, അവർക്ക് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുക, സ്കെയിലിനെ പറ്റി വളരെ സിമ്പിളായിട്ടുള്ള സരിഗമ 15 ഇതാണ്, മറ്റേതാണ്, മറിച്ചാണ്, ഇങ്ങനെ ഇത് പെൻസിലാണ്, ഇത് റബ്ബറാണെന്നൊക്കെ പറയുന്ന പോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലെവലിലേ പഠിപ്പിച്ചിട്ടുള്ളൂ. ബട്ട് വെൻ വി ഡു ദാറ്റ് വി ഗെറ്റ് എ ഗ്രേറ്റർ ഇൻസൈറ്റ് ഇൻ ടു അവർ ഓൺ പെർസ്പെക്റ്റീവ് അബൌട്ട് മ്യൂസിക്. ഇവിടെ ഇരിക്കുമ്പോൾ തബല പഠിച്ചിരുന്നില്ലേ?
ഇവിടെ ഇന്ത്യയിൽ അവിടെ ഇവിടെ പൂനെയിലാണ് പഠിച്ചത്. അത് പിന്നെ അതിൽ പെർക്യൂഷൻ തുടരാതിരുന്നത് എന്തുകൊണ്ടാ? എനിക്ക് ടേസ്റ്റ് കമ്പോസിങ്ങിലായിരുന്നതുകൊണ്ട്. അപ്പോൾ എനിക്കിത് പക്ഷേ തബലക്കാരോട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇവിടെ വരുമ്പോൾ എനിക്കൊരു മുത്തായ്പ വേണം, ഇവിടുത്തെ മുത്തായ്പ എങ്ങനെയായിരിക്കണം, അത് കഴിയുമ്പോൾ തന്നെ ഈ നട മാറ്റി അങ്ങോട്ട് പോകണമെന്നൊക്കെ ആധികാരികമായിട്ട് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വളരെ ഈസിയാണ്. ഓക്കെ. ഈ രണ്ട് മ്യൂസിക് തമ്മിലുള്ള ഭാവത്തിലുള്ള വ്യത്യാസം? ഏത് രണ്ട് മ്യൂസിക്? കർണാട്ടിക്കും വ്യത്യാസം ഓൺലി ഇൻ അത് പാടുന്നതിലോ വായിക്കുന്നതിനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്വരങ്ങളൊക്കെ അതൊക്കെ തന്നെ. പക്ഷേ ഇന്ത്യൻ മ്യൂസിക്കിൽ കൂടുതൽ മെലഡി കുറെ കൂടി ഡെക്കറേറ്റീവ് ആണ്. നമ്മൾ ഇങ്ങനെ കുറെ ഡീറ്റെയിൽഡ് മെലഡി, അവർ ഇങ്ങനെ ഒഴുകി. ബേസിക്കലി ഇറ്റ് ഈസ് ഇൻ ദിസ് ഡെക്കറേഷൻ, മെലോഡിക് ഡെക്കറേഷൻ കൂടുതൽ നമ്മുടെ ഈസ്റ്റേൺ മ്യൂസിക്കിലാണ്. അവർക്ക് മെലോഡിക് ഡെക്കറേഷൻ ഉണ്ട്, പക്ഷെ പരിമിതമാണ്. ഈ സിംഫണി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലേ, സാർ തന്നെ പറയലുണ്ട്. ആ സിംഫണി എന്ന് പറയുന്നതിന്റെ ഒരു ലാർജർ കോൺസെപ്റ്റ് മ്യൂസിക്കിൽ എന്താണ് സത്യത്തിൽ? സിംഫണി എന്ന് വെച്ചാൽ ഒപ്പം സ്വരം ഉണ്ടാക്കുക എന്നർത്ഥം. സിം എന്ന് വെച്ചാൽ ടുഗദർ, ഫൊനേരെ അല്ലെ ഫൊനീരെ എന്ന് വെച്ചാൽ ശബ്ദം പുറപ്പെടുവിപ്പിക്കുക. ഒപ്പം ശബ്ദം പ്രകടിപ്പിക്കുന്നതിനാണ് സിംഫണി. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ എന്ന് വെച്ചാൽ യു ഹാവ് ടു യൂസ് സോ മെനി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, എങ്കിലേ അതൊരു സിംഫണി ആവുള്ളൂ. ഉദാഹരണത്തിന് വെസ്റ്റേൺ മ്യൂസിക്കിൽ ഇപ്പം നമ്മൾ വളരെ കാഷ്വലായിട്ട് ഇന്നത്തെ ഒരു തബലക്കാരനും ഒരു ചെണ്ടക്കാരനും കൂടി ഒരു സിംഫണി എന്ന് വായിക്കും എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല, കംപ്ലീറ്റ് റോങ് ആണ്. സിംഫണി എന്ന് പറയുന്നത് ഇതാണ്, എ കോമ്പിനേഷൻ ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ്. ദർ ഇസ് ദ എൻറ്റയർ ഫാമിലി ഓഫ് വുഡ് വിൻസ്, ഊതുന്ന ഇൻസ്ട്രുമെന്റുകളുടെ ഒരു ഫാമിലി ഉണ്ട്. അതായത് പേരക്കിടാവ്, മകള്, അമ്മ, അമ്മുമ്മ, ഇത്ര പേർക്ക് മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലൂട്ട്സ് ഉണ്ട്. ആദ്യത്തെ വുഡ് വിൻസ് എന്നാണ് അത് പറയുന്നത്. മരവും കാറ്റും കൊണ്ട് ഉള്ള സ്വരങ്ങൾ. അതിൻ്റെ അടിയിൽ വരുന്നതാണ് ബ്രാസ് എന്ന് പറയും, സാക്സഫോൺസ് വേണമെങ്കിൽ പറയാം. ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് മെറ്റൽ കൊണ്ട്. അതിൻ്റെ അകത്തൊരു ഫാമിലി ഉണ്ട്. അനിയൻ, ചേട്ടൻ, അങ്കിൾ, മുത്തപ്പൻ, ഇങ്ങനെ അവർ 5 6 ലെയേഴ്സിലാണ്. അവരുടെ അടിയിലാണ് സ്ട്രിങ്സ് എന്ന് പറയുന്നത്. STRINGS. സ്ട്രിങ്സ് എന്ന് വെച്ചാൽ ഗിറ്റാറിന്റെ സ്ട്രിങ്സ് അല്ല, വയലിന്റെ സ്ട്രിങ്സ്. വയലിൻ എന്ന് പറയുന്നത് കൊച്ചുമകളാണ്. കൊച്ചുമകളുടെ ചേടത്തിയാണ് വിയോല. അത് സാധാരണ വയലിനേക്കാൾ ഇച്ചിരി കൂടി വലുത്. ആ ചേട്ടത്തിയുടെ മൂത്ത ചേട്ടനാണ് ചെലോ, വലുത്. ഈ നമ്മുടെ മുട്ടുകാലിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ വായിക്കുന്നത്. പിന്നെ ഇവരുടെയൊക്കെ അപ്പൂപ്പനാണ് ഈ വലിയ ഡബിൾ ബേസ് എന്ന് പറയും. അപ്പൊ അത് ഒരു 6 അടി പൊക്കമുള്ള വയലിനാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഫാമിലി ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അത് 1-2 അല്ല. ഒരു സിംഫണി ഓർക്കസ്ട്രയ്ക്ക് ഇഫ് യു ടേക്ക് എൻ എക്സാമ്പിൾ ലൈക്ക് let's say the Vienna Symphony Orchestra, അതിൻ്റെ ഫസ്റ്റ് വയലിൻ എന്ന് പറഞ്ഞ ഒരു 12 ഉണ്ടെങ്കിൽ സെക്കൻഡ് വയലിൻ എന്ന് പറഞ്ഞത് വേറെ ഒരു 12, പിന്നെ വിയോല ഒരു 12, ചെലോ ഒരു 8, ഡബിൾ ബേസ് ഒരു 4. ഇത്രയെല്ലാം കൂടി ഒരൊറ്റ സമയത്ത് വായിക്കുമ്പോൾ അതിൽ വ്യാപ്തി ഭയങ്കര ഫീലിംഗ് ആണ്. അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടിയിലാണ് ഭയങ്കര ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് കോൾഡ് പെർക്കഷൻ. അതായത് അടിക്കുന്ന എന്തെല്ലാം ഇൻസ്ട്രുമെന്റ് ലോകത്തിലുണ്ടോ അതെല്ലാം എൻ്റെ അകത്ത് ഉൾപ്പെടാം. പിയാനോ ആ കൂട്ടത്തിൽപ്പെട്ടാണ്. അടിയാണല്ലോ, ഈ ചുറ്റി ചെന്ന് അടിക്കുകയാണ്. പിയാനോ വയലിനെ പോലത്തെ ഇൻസ്ട്രുമെന്റ് അല്ല. സോ പിയാനോ മുതൽ ഇറ്റ്സ് എ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്. പിയാനോ, then there is all kinds of drums, jazz drum, or ഈ എന്താ പറയുക, പട്ടാളക്കാർ പോകുമ്പോഴുള്ള ഡ്രംസ് ഇല്ലേ, സൈഡ് ഡ്രംസ്, മറ്റേ അത് വലിയ ഡ്രം, അങ്ങനെ ഓൾ കൈൻഡ്സ് ഓഫ് ഡ്രം. ടിംപനി അങ്ങനെ വലിയൊരു എന്താ ഉരുളി പോലത്തെ ഒരു സാധനം, അതുമേലെ അടികൊണ്ട് ഭയങ്കര സാധനമാണ്. അങ്ങനെ പല പല പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്, ഇതും പെർക്കഷൻ ഇൻസ്ട്രുമെന്റാണ്. പിന്നെ നമ്മുടെ കൈമണി പെർക്കഷൻ, അങ്ങനെ ഈ വെരി ബേസ് ടു വെരി ഹൈ പിച്ച് ഉള്ള സാധനങ്ങളെല്ലാം പെർക്കഷൻ. ഇതെല്ലാം കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കോമ്പോസിഷനെയാണ് സിംഫണി എന്ന് പറയുന്നത്. ബെethoven has done 9 symphonies. Mozart has done some 50, 60 or 40, I don't know. There's a certain Haydn has done 101 symphonies. Can you believe it? They are smaller works, but still. അപ്പോൾ സിംഫണി എന്ന് പറയുന്നത് വെറുതെ ഒരു വാക്കല്ല, ഇതൊരു
പ്രത്യേക കോമ്പോസിഷൻ. ഇപ്പം നമ്മൾ പറയില്ലേ പല്ലവി ചരണം അല്ലെങ്കിൽ പല്ലവി ചരണം, ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതുപോലത്തെ ഒരു സാധനമാണ് സിംഫണി. സിംഫണിയിലും ഒരു സ്ട്രക്ചർ ഉണ്ട്. ഫസ്റ്റ് യു ഹാവ് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ്, then you have to bring its contrast, then you have to elaborate it. ഈ കോൺട്രാസ്റ്റും ഇതെല്ലാം കൂടി കൂട്ടിക്കൊഴിച്ച് അവസാനം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി അവസാനിപ്പിക്കും. ഇങ്ങനെ കുറേ നിയമങ്ങളും അതും ഇതൊക്കെയാണ്. അത് സിംഫണി കേട്ട് പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. ഇറ്റ്സ് an elaborate affair. I am afraid to make a symphony. I haven't tried to write a symphony as yet, even though I distantly imagine I should do one. എന്നൊരു ചിന്തയുണ്ട്. മഞ്ഞണി കൊമ്പിൽ റെക്കോർഡ് ചെയ്ത പ്ലേ ഒരു സ്ഥലത്ത് ഞാനൊരു സാധനം ഉപയോഗിച്ചു. ഞാനിത് ഉപയോഗിച്ചപ്പോ ജിജോയും ഫാസിലും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്നോട് ഇത് വേണ്ടെന്ന് പറയണോ, ബിക്കോസ് ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഇവർക്ക് പിക്ചറൈസ്. അപ്പൊ അവിടെ എന്നോടൊന്നും മിണ്ടിയില്ല. ഞങ്ങള് റെക്കോർഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവര് കൊടൈക്കനാലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഒരു ഐഡിയ കിട്ടുന്നത്. ബിച്ചു തിരുമല ഈസ് നോട്ട് ഓൺലി എ ലിറിസിസ്റ്റ്, ഈസ് ഓൾസോ എ സിംഗർ. ഹീ ക്യാൻ സിംഗ്. പാടിക്കൊണ്ടാണ് എഴുതുന്നത്. അപ്പൊ ക്ലിഷ്ടത ഒന്നുമില്ല. ഹ്രസ്വം ദീർഘം എന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ല. അറിയാം. കിളിയേ കിളിയേ നറുതേൻ മൊഴിയേ, കണ്ടോ, ഏ ശിശിരങ്ങളീ വഴിയേ. The melody moves up and down, the tune or the lyrics also come. എല്ലാം ഓർമ്മകൾ എന്നെ കുഴിയിൽ മൂടിന എന്നാലും എല്ലാം ചിരഞ്ജീവി